നോക്കുക മക്കളെ, ഈ ചോദ്യം കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചപ്പോൾ എക്സാം ഹാളിൽ പല കുട്ടികളും ഇരുന്ന് അവരുടെ സമയം നഷ്ടപ്പെടുത്തി. കാരണം ഇത് കാണുമ്പോഴെന്തോ വലിയ ചോദ്യമായിട്ട് തോന്നുന്നു. നോക്കിക്കേ, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ മെട്രിസസ് ഓഫ് ഓർഡർ 3/3 വിത്ത് എൻട്രീസ് √2 or √3? നിങ്ങളെ കുഴപ്പിക്കാൻ, നിങ്ങളുടെ സമയം കളയാൻ ചോദിക്കുന്ന തരത്തിലുള്ള ടാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നോക്കടാ, ഇവിടെ ഇത് വ്യക്തമായിട്ടും ചെയ്യാൻ പറ്റും. ഒരു മെട്രിക്സ് ഉണ്ടാക്കണം. ആ മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കണടാ? 3/3 ആയിരിക്കണം. സെറ്റ് ആണ്, ക്ലിയർ ആണ്. എടാ ഞാൻ ചുമ്മാ മെട്രിക്സിന് ഇങ്ങനെ വിളിച്ചോട്ടെ, ABCDEFGHI. ഇതാണ് എനിക്ക് വേണ്ട ആ 3/3 മെട്രിക്സ് എന്ന് വിചാരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഈ പറയുന്ന A മുതൽ I വരെയുള്ള എലമെന്റ്സ് എക്ക് ഏതൊക്കെ എടുക്കാം? A ഒന്നെങ്കിൽ √2 അല്ലെങ്കിൽ √3. അതുപോലെ Bക്ക് ഏതൊക്കെ എടുക്കാം? B ഒന്നെങ്കിൽ √2 അല്ലെങ്കിൽ √3. അങ്ങനെ പോയി I വരെ എത്തുമ്പോൾ ഐക്കും എത്ര? √2 അല്ലെങ്കിൽ √3. ഈ രണ്ട് എൻട്രീസും വെച്ച്, ഈ രണ്ട് എലമെന്റ്സ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന 3/3 മെട്രിക്സുകളുടെ എണ്ണം എല്ലാം എഴുതിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെയാണ് നമ്മൾ +1 പഠിച്ച ഒരാള് നമ്മൾക്ക് ആരായിട്ട് വരുന്നത്? നമുക്ക് ലൈഫ് ലൈനുമായിട്ട് വരുന്നത്. നമ്മളുടെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷന്റെ ഏറ്റവും ആദ്യം പഠിക്കുന്ന ഫണ്ടമെന്റൽ തിയറം ഓഫ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷന്റെ അകത്തുള്ള ആശയം ഉപയോഗിച്ചുകൊണ്ട് ഇത് പെട്ടെന്ന് ചെയ്യാം. എടാ എക്ക് രണ്ട് എലമെന്റ് എടുക്കാൻ പറ്റുന്നു. അപ്പൊ എക്ക് എത്ര ചോയ്സ് ഉണ്ട് മക്കളെ? എക്ക് 2 ചോയ്സുകളുണ്ട്. എക്ക് 2 എലമെന്റ് 2 ചോയ്സ് ഉണ്ട്. അതുപോലെ ബിക്ക് 2 ചോയ്സ് ഉണ്ട്. അങ്ങനെ സിക്ക് എക്ക് 2 ചോയ്സ്, ബിക്ക് 2 ചോയ്സ്, സിക്ക് 2 ചോയ്സ്, ഡിക്ക് 2, ഡിയും √2 √3 ആവാം. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഐ വരെയുള്ള എലമെന്റ്സ് എടുക്കുമ്പോൾ എല്ലാത്തിനും 2 ചോയ്സുകളുണ്ട്. √2 √3 ചോയ്സ് ആണ് കേട്ടോ, ചോയ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക. അപ്പൊ ടോട്ടൽ ഇതിന്റെ അകത്ത് ഇങ്ങനെ ഈ √2 √3 വരുന്ന എത്ര 3/3 മെട്രിക്സ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ +1 പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഇവന്റ് നടക്കാൻ m വേസ്, മറ്റൊരു ഇവന്റ് നടക്കാൻ n വേസ് എങ്കിൽ രണ്ടും ഒരുമിച്ച് നടക്കാൻ m × n നമ്പർ ഓഫ് വേസ് ഉണ്ട്. ഇവിടെ നമുക്ക് മൊത്തം 9 കാര്യങ്ങളുണ്ട്. എക്ക് 2 ചോയ്സ്, ബിക്ക് 2 ചോയ്സ്, സിക്ക് 2 ചോയ്സ്, അങ്ങനെ പോയി ഐ വരെ 2 ചോയ്സ്. അങ്ങനെ അപ്പൊ നോക്കുമ്പോൾ 9 ഇവന്റുകൾ, ഓരോ ഇവന്റിന് 2 ചാൻസ് എങ്കിൽ ഇത് മൊത്തം ഒരുമിച്ച് നടക്കുമ്പോഴല്ലേ ഈ 3/3 മെട്രിക്സ് നിർമ്മിക്കപ്പെടുന്നത്. അപ്പൊ അങ്ങനെ എത്ര എണ്ണം? 9 തവണ 2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2⁻9 എന്ന് വരും. 2⁻9 എന്ന് പറഞ്ഞാൽ 512 എന്ന് വരും. ക്ലിയർ ആണ്, സെറ്റ് ആണ്. ആശയം മനസ്സിലായി. ഇതാ ഈ ഒരു ഒറ്റ കാര്യം ഉപയോഗിക്കുന്ന മാത്രമേ ഉള്ളൂ, വേറെ ഇവിടെ ഒന്നുമില്ല. ഓക്കെ ആണ്, സെറ്റ് ആണ്.